ബൈചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് സീനിൽ തന്നെ ഇംപ്രവൈസേഷൻ ഒക്കെ ചെയ്ത് ഇംപ്രവൈസ് ചെയ്തൊരു ഉമ്മയൊക്കെ തന്നായിരുന്നു എനിക്ക്. അപ്പൊ ഇന്റർവ്യൂസിന് പ്രത്യേകം പറയണമെന്ന് വിചാരിച്ചത് ഈ സിനിമ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ. അതിപ്പോ ഡയറക്ടർ സൈഡിൽ നിന്നാണെങ്കിലും ആർട്ടിസ്റ്റ് സൈഡിൽ നിന്നാണെങ്കിലും. അതെ, പ്രൊഡ്യൂസർ ഞാൻ ഈ പടത്തിലെ നായികയെ തന്നെ പരിചയപ്പെടുന്ന ഇവിടെ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ആളുകള് ഹലോ ഹലോ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പറയണോ. ഇത്രയും കണ്ണുകൾ എന്റെ നേരെയാണ്. നായകന്റെ നായികയല്ല, കഥയുടെ നായികയാണ്. ബിപി ലോ ആവുന്നുണ്ട്. എന്റെ അടുത്തേക്ക് കുട്ടികൾക്കും ആൾക്കാർക്കൊക്കെ വന്ന് സംസാരിക്കാൻ പേടിയാ. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് വയലൻസ് വളരെ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് പറ്റാത്ത തരത്തിൽ ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ മാത്രം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലുലു മാൾ വെച്ച് ഞാനും വെൽനോ നിൽക്കുന്ന ഡിസ്കഷൻ. യൂസഫ് അലിയാണ് ആദ്യം നന്ദി പറയുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഉള്ള ഒരു ഫോട്ടോ വേണം. പല ചേട്ടനോട് ഒരു ഫോട്ടോയ്ക്ക് ഇപ്പോൾ 500 രൂപയാണ് വാങ്ങുന്നത്. ഇല്ല, ഫോട്ടോ അവസാനം വരെ അങ്ങനെ തന്നെ കൊണ്ടുപോയി. മിക്കവാറും ഇവരൊക്കെ അസോസിയേഷൻ വിളിപ്പിക്കുമായിരിക്കും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടീം ഞാൻ കണ്ടതാ സാറേ. എന്താ കണ്ടതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഞാൻ കണ്ടതാ സാറേ? ഡയറക്ടറിനോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. ഞാൻ കണ്ട സാറേ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനും എൻ്റെ റൈറ്റർ അരുൺ ചേട്ടനുണ്ട്, ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ആദ്യം കണ്ടത്, മനസ്സിൽ കണ്ടു. ഇതിന്റെ കോ പ്രൊഡ്യൂസറും ഇതിലെ ആക്ടറാണ് ദീപു ചേട്ടൻ. ദീപു ചേട്ടനോട് പോയി പറഞ്ഞു എന്താ കണ്ടത്. അപ്പോൾ പുള്ളിയെ നമുക്കിത് കൊള്ളാം, പ്രോജക്റ്റ് രസമുണ്ട്. പിന്നെ ഇന്ദ്രേട്ടനോട് പറഞ്ഞു, ഇന്ദ്രേട്ടനും കണ്ടത് ഇഷ്ടപ്പെട്ടു, ബൈ ചേട്ടനും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ പ്രകാശ് ചേട്ടനോട് പറഞ്ഞു, അപ്പോൾ പ്രകാശ് ചേട്ടനും കണ്ടത് കൊള്ളാം. അപ്പോൾ അത് വെച്ച് അങ്ങനെയാണ് ഞാൻ കണ്ടതാ സാറേ സിനിമ ഉണ്ടാകുന്നത്. അതെന്താണ് കണ്ടതെന്ന് അറിയാൻ ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ കാണേണ്ട ആവശ്യമില്ല. സിനിമ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ സിനിമ എന്താണെന്ന് ഇപ്പോ കുറച്ച് കണ്ടന്റ് എന്താണ്, ഇപ്പോ ഫാമിലി ഓറിയന്റഡ് ആണോ കോമഡി ആണോ എന്നറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സാറിന് എന്താ പറയാനുള്ളത്? ഇത് ബേസിക്കലി ഒരു ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറോ ഒന്നും അല്ല. പക്ഷേ ത്രില്ലർ എന്ന് പറയുന്നത് എപ്പോഴും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ത്രില്ലറാണ്. പക്ഷേ നമ്മളതൊരു ബ്ലാക്ക് ഹ്യൂമറിൽ കൂടെ പറഞ്ഞു പോകുന്നത്. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സമയത്തും ചെറിയ അത് അവതരിപ്പിക്കുന്ന ഹ്യൂമറിലൂടെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ത്രില്ലറിലേക്ക് എത്തുന്ന ഫാമിലിയോടെ 100% കാണാൻ പറ്റുന്ന സിനിമയാണ്. ഈ ഒരു ത്രെഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലുലു മാൾ വെച്ച് ഞാനും വെൽനോ നിൽക്കുന്ന ഡിസ്കഷൻ. യൂസഫ് അലിയാണ് ആദ്യം നന്ദി പറയുന്നത്. ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത്, അതെ ശരിക്കും പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞ സമയത്ത് വേറെ ഒരു വഴിയില്ല, ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാമെന്നുള്ള ഡിസ്കഷന് പോയിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 2-3 മണിക്കൂർ അവരിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തു. ആ ഒരു സമയത്തുള്ളിൽ തന്നെ ഞങ്ങൾ എന്താ കാണേണ്ടതെന്നും എന്ത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വേണമെന്നുള്ള കാര്യം തീരുമാനത്തിലായി. ഈ സിനിമയുടെ പേര് ആരാ ആദ്യം ഇങ്ങനത്തെ പേരിടാന്ന് പറഞ്ഞത്, സജഷൻ പറഞ്ഞത്? പേര് ഞാനിട്ട പേര് ഐ വിറ്റ്നസ് എന്നായിരുന്നു. പിന്നെ അത് മലയാളത്തിലാക്കാം ദൃക്സാക്ഷി എന്നാക്കി. പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചർച്ചയ്ക്കകത്ത് കണ്ണ് കണ്ടതാ സാറേന്ന് ഒരു സംഭാഷണം വന്നു. അപ്പം നമ്മുടെ ഡയറക്ടർ വരുൺ തന്നെ പറഞ്ഞേ ഞാൻ കണ്ടതാ സാറേ, അത് വരുൺ എന്നാണ് ആ പേരിന്റെ ക്രെഡിറ്റ്. മെറീനയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാവോ? ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പറയണോ. ഇവിടുന്ന് ഇത്രയും കണ്ണുകൾ എന്റെ നേരെയാണ്. ഭയങ്കര പ്രാധാന്യമുള്ള ക്യാരക്ടറിന്റെ പേര് സൗമ്യ എന്നാണ്. സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നായകൻ കോൺസെപ്റ്റ് ഇന്ദ്രേട്ടന്റെ ക്യാരക്ടറാണല്ലോ. പക്ഷെ നായകന്റെ നായികയല്ല അല്ലെ, കഥയുടെ നായികയാണ്. ഈ കഥയിലെ നായിക സാധാരണ സിനിമകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ അതെ ഞാൻ ഡയറക്ടറുടെ ആക്ട്രസ് ആണെന്ന് പറഞ്ഞാൽ കഥയിലെ നായികയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. ഈ ഒരു സിനിമയുടെ ത്രില്ലർ ഒരു ഭാവം കൂടെ ഉള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതിൽ ഈ ഒരു ക്യാരക്ടറിനും പ്രാധാന്യമുണ്ട്. ദൈവമേ അന്ന് പറഞ്ഞല്ലേ, അന്ന് പറഞ്ഞാണ് സൗമ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ്. ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ കഥയില്ല. കാരണം കഥയുടെ മെയിൻ സാധനം ആ സൗമ്യ വെച്ചോണ്ടാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ. പിന്നെ മുമ്പത്തെ ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞ പോലെ സാധാരണ എല്ലാവരും എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന മുടിയാണ്. അപ്പം ഈ ചുരുളമുടി മാറ്റിയിട്ട് ഒരു സ്ട്രെയിറ്റ് ഹെയറിൽ ഒരു പരീക്ഷണം കൂടെ നടത്താൻ ഡയറക്ടർ ടീമും മനസ്സ് അലിവ് കാണിച്ച് എന്നെ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. കാരണം ഒരു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളല്ല സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി. ഇന്ദ്രേട്ടന്റെ ക്യാരക്ടർ പുള്ളി ടാക്സി ഡ്രൈവറാണ്. പുള്ളി അത് ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ
ഒരു പുള്ളി ഒരു പെങ്ങളും മാത്രമുള്ള ഒരു ചെറിയ കുടുംബമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു ഇതേപോലെ മെറിയയുടെ ക്യാരക്ടർ വളരെ സാധാരണക്കാരി. അതെ, അപ്പൊ അത് നിങ്ങൾ സിനിമ തന്നെ കണ്ട് ഈ ചുരുള മുടിയിൽ ചിലപ്പോൾ സാധാരണ കിട്ടില്ല, അസാധാരണമായി പോകുന്നുണ്ട്. അപ്പൊ ഡെയിലി അയൺ ചെയ്യോ? ഇല്ല, ഞാൻ ആ സമയത്ത് സ്ട്രെയിറ്റ് ചെയ്തിരുന്നു, പെർമനന്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മുടി നന്നായി കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ വളർന്നതാണ് ഈ മുടി. അപ്പൊ ആ സമയത്ത് അതെ, അപ്പം വേണ്ട, ഓയിൽ പ്രൊമോഷൻ ആയി പോകും. എനിക്ക് അമ്മ ഓയിൽ വെക്കുന്നുണ്ട് അമ്മ. അപ്പം ഓൾറെഡി സ്ട്രെയിറ്റ് ഹെയർ ഉണ്ടായിരുന്നതിൽ ഇവര് എക്സ്റ്റൻഷനും കൂടെ വെച്ച് കുറച്ചുകൂടെ മുടി തന്നു എനിക്ക്. അപ്പൊ കുറച്ചുകൂടെ സന്തോഷം. പ്ലാൻ ചെയ്തല്ല കേട്ടോ സ്ട്രൈറ്റ് ഹെയർ. ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് വന്നിട്ട് സ്ട്രൈറ്റ് ഹെയർ വന്നപ്പോ കണ്ടപ്പോ ചേട്ടാ പറ്റിപ്പോയി. എന്റെ സ്വന്തം ഐഡിയ. പുള്ളിക്കാരി അതിനെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അടുത്ത അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ആയിരുന്നു അവസാനം മുട്ട അടിച്ചിട്ട് ഇത്ര വളർന്നു. സ്ട്രെയിറ്റ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാം. പക്ഷെ ഇത് ഞാൻ ചേട്ടാ ഇത് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം അത് കുറച്ച് നമ്മുടെ പ്രദീപ് വിദുര അല്ലെ, മേക്കപ്പ് മാനിന്റെയും കൂടെ കഴിവുകളാണ് നിങ്ങൾ ആ പോസ്റ്ററിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ ചേട്ടനിലേക്ക് വരാം. ചേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ച്. SI ആണ്, SI അനിൽകുമാർ എന്നുള്ള പോലീസ് ക്യാരക്ടർ ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം ആണോ എന്ന് ചോദിക്കാൻ ഒരുപാട് പടമൊന്നും ചെയ്തിട്ടില്ല. അതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായോ പോലീസ് ക്യാരക്ടർ ആയതുകൊണ്ട്? ഇല്ല, ഇങ്ങനെ പുള്ളിയെല്ലാം പറഞ്ഞത് കാര്യങ്ങൾ പറഞ്ഞത് സ്ക്രിപ്റ്റ് നോക്കി ഒരു സാധാരണ ഒരു ഇത്തിരി ഇരുത്തം വന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ഒരു പോലീസുകാരൻ, അല്ല മസിൽ പിടിച്ചിരിക്കുന്ന വലിയ അങ്ങനെയുള്ളതല്ല. ഒരു കാര്യങ്ങളൊക്കെ ഒരു അടി കിട്ടിയാൽ ഒഴിഞ്ഞു പോകാൻ കണക്കാക്കിയുള്ളൊരു പോലീസുകാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. കാര്യങ്ങളൊക്കെ അറിയാം, ഒരുപാട് കിട്ടിക്കാണും, അതുകൊണ്ട് പഠിച്ചു വന്ന അങ്ങനെയുള്ളൊരു പോലീസുകാരാണ് പുള്ളിയുടെ ക്യാരക്ടർ. ഈ സിനിമ അത്യാവശ്യം വർക്കാവുമ്പോൾ പുള്ളിക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ. കാരണം പടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. കഥാപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറല്ല, പക്ഷേ പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷേ ഉള്ള സീൻസിലൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ സംസാരത്തിൽ ആ ഒരു തിരുവനന്തപുരം സ്ലാങ് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര നാച്ചുറലായിട്ട് ആ ഒരു SIയുടെ സംഭാഷണത്തിൽ അത് വളരെ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. താങ്ക് യു. ഉപ്പുമുളക് സീരീസ് കുറച്ച് ഫെയിം ആയിട്ടുള്ള, ഐ മീൻ എല്ലാവരും ഏറ്റെടുത്ത ഒരു സീരീസ് ആണ്. അപ്പൊ അത് ചേട്ടന്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ആ ചേഞ്ചസ് ആണ് അവിടെ ഇരിക്കുന്നത് വരെ. ഇപ്പൊ ഇരിക്കുന്നത് വരെ അതിൽ നിന്ന് കിട്ടിയ ഇതാണ്. ഉപ്പുമുളക് മാത്രമല്ല, ലേഡീസ് റൂം എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേരളത്തിൽ തന്നെ ഇത്രയും ഭാഗ്യം ചെയ്ത ഒരാളുണ്ടോ അറിയില്ല. 5 പെൺപിള്ളേരെ നടക്കുന്നത് അത് അർമാദിക്കാണ്. അതിൽ കുറച്ചു പേർക്കൊക്കെ അസൂയുള്ളതായിട്ട് എനിക്കറിയാം. സാർ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത്? നിങ്ങൾ നേരത്തെ അറിയുമായിരുന്നോ? ഇല്ല, വളരെ യാദൃശ്യമായിട്ടാണ് ഈ മൂവിലോട്ട് വരുന്നത്. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? വരുണിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, കഥ പറയാൻ വരുമ്പോഴാണ് കാണുന്നത്. ഓക്കെ. എൻ്റെ ഫ്ലാറ്റ് വരുന്നു, ദീപു വരുൺ എല്ലാവരും കൂടെ കഥ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര ദിവസമാണ് ഷൂട്ട്, ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് തീരുമാനം പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. അതായപ്പോ ഞാൻ ഈ പടത്തിലെ നായികയെ തന്നെ പരിചയപ്പെടുന്ന ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ആളുകള് ഹലോ ദീപുവാണ് വിളിച്ചെന്നെ പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ സിനിമയായിട്ടുള്ള ബന്ധം. അതുപോലെ ഞാനിപ്പോ ചേട്ടനോട് സംസാരിക്കുകയും ചെയ്തു. ചേട്ടനോട് വന്ന് കയറുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു. ചേട്ടനെ കണ്ടു, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴാണോ കാണുന്നത്? അല്ല, ഞാൻ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ട് ചേട്ടാ എനിക്ക് ആളും മറന്നുപോയി, ചേട്ടനാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് വീണ്ടും ഓർമ്മ വന്നത്. അടുത്ത പടത്തിൽ വിളിക്കുന്നവരെ അതുകൊണ്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. ഞാൻ മനസ്സിലായ ഉടനെ ഒന്ന് പറഞ്ഞ പടം ചെയ്ത് കഴിഞ്ഞു. ഞാനതിന്റെ പ്രൊഡ്യൂസർ അല്ലായിരുന്നു, പ്രൊഡ്യൂസർ ആൾറെഡി ഉണ്ടായിരുന്നതിന്. അദ്ദേഹം എന്തോ കാരണത്താലൊക്കെ മാറി. ആ സമയത്താണ് എന്നെ സമീപിക്കുമ്പോൾ ഒരു 2 ദിവസമേ ഉള്ളൂ ഷൂട്ട് തുടങ്ങാൻ. 2 ദിവസം ഗ്യാപ്പിലാണ് ഈ ഡിസിഷൻ എടുക്കാൻ പറയുന്നത്. ഞാൻ അപ്പോഴേ ഡിസിഷൻ എടുത്തു. ഇന്ദ്രജിത്ത് സാറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? അമർ അക്ബർ ആന്റണി ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നു, പരിചയപ്പെടുന്ന അതിന്റെ ഒരു ഇത്. പിന്നെ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് വളരെ ഒരു തോൽവിയാണ്. അപ്പൊ എനിക്ക് പിന്നെ ഞാൻ ഇന്ദ്രനെ കാണുന്നത് ഇപ്പോഴാണ്, നമ്മുടെ ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. അപ്പം കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ, വളരെയധികം കംഫർട്ടബിൾ ആണ്. ആൻഡ് എസ്പെഷ്യലി ഇപ്പൊ ഇന്നൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമയിൽ നടക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്റർവ്യൂസിന് പ്രത്യേകം പറയണം എന്ന് വിചാരിച്ചത് ഈ സിനിമ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ. അതിപ്പോ ഡയറക്ടർ സൈഡിൽ നിന്നാണെങ്കിലും ആർട്ടിസ്റ്റ് സൈഡിൽ നിന്നാണെങ്കിലും. അതെ, പ്രൊഡ്യൂസർ വന്നിട്ടേ ഇല്ല, എന്നെ വരെ ഇവിടുന്ന് പരിചയപ്പെടുന്നു. അത്രയ്ക്ക് നല്ലൊരു ടീമായിരുന്നു. ഭയങ്കര ഇത് ജെന്യുവൻലി സ്പീക്കിംഗ് അത് ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്ക്. അല്ലെ, ഇപ്പം ഇതില് ഒരു സീനില് കുറച്ച് അൺകംഫർട്ടബിൾ ആവേണ്ട ഒരു പോയിന്റ് വന്ന സമയത്ത് ഇവര് റൈറ്റേഴ്സും ഡയറക്ടറും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് യുനോ
അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മിക്ക ആളുകളും ചെയ്യാറില്ല. അപ്പൊ സാധാരണ നമുക്ക് ഇപ്പം ഒരു ആർട്ടിസ്റ്റിന് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ അത് ബോധർ ചെയ്യില്ല. പക്ഷെ ഇത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊമോഷൻസിന് വരാനാണെങ്കിൽ ഇത് റിലീസ് ആവാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു എന്താ പറയാ, നമുക്കൊരു നല്ല ഒരു ഇമേജ് ഉള്ള ഒരു പടമാണല്ലോ. അപ്പോൾ ഈ സിനിമയുടെ ഉയർച്ചയിൽ വരണം, ഈ സിനിമ സക്സസ്ഫുൾ ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആക്ട്രസ് ആയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? മേ ബി ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ്. ഏവിയേഷൻ ആണോ പഠിച്ചേ? അല്ല, ഏവിയേഷൻ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഞാൻ 10th കഴിഞ്ഞ് ഇല്ല 10th കഴിഞ്ഞ് പോയപ്പോൾ +2 കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. +2 കഴിഞ്ഞപ്പം പിന്നെ അപ്പോഴേക്ക് മോഡലിംഗ് തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് അതിൽ ഇഷ്ടമായി. പോവാത്ത നന്നായി. ഞാൻ ഏവിയേഷൻ കഴിഞ്ഞ് പിന്നെ മോഡലിംഗ് ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കാം. വെറുതെ ഇരിക്കാന്ന് പറയുന്നത് ഇതൊരു ജോലിയല്ലേ? അതെ, അല്ലേ ബെറ്റർ ആവട്ടെ ലൈഫ്. നമ്മള് കൗൺസിലിംഗ് ഒക്കെ ചെയ്തു, ഇന്റർവ്യൂ ഒക്കെ മാറി, ഇന്റർവ്യൂറെ ക്ലാസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിലുള്ള ഒരു ഡിഫറൻസ് എന്താ? എസ്പെഷ്യലി ഹെയർ, മുടി കാരണം നമുക്ക് ഭയങ്കര ബോൾഡ് റോൾസ് ഒക്കെ കിട്ടുക. അതായത് ഒന്നെങ്കിൽ ആരെങ്കിലും അടിക്കുന്നത്, അല്ലെങ്കിൽ ആരെയും മുഖത്തേക്ക് തെറി വിളിക്കുന്നത്. അപ്പം മൊത്തത്തിൽ തന്നെ എൻ്റെ ഇമേജിനെ അത് ബാധിക്കുമായിരുന്നു. ബിക്കോസ് ഞാൻ കൂടുതലും എനിക്ക് വയലൻസ് വളരെ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. വെച്ചാൽ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ട് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് നമുക്ക് പറ്റാത്ത തരത്തിൽ ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ മാത്രം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ചങ്സ് പോലത്തെ ക്യാരക്ടറൊക്കെ ആകുമ്പോൾ എങ്ങനെയാ, ഇടി ബോക്സിംഗ് ഒക്കെയാണ്. അപ്പം എൻ്റെ അടുത്തേക്ക് കുട്ടികൾക്കും ആൾക്കാർക്കൊക്കെ വന്ന് സംസാരിക്കാൻ പേടിയാ. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ക്രൂര മുഖമാണെന്ന് തോന്നുന്നു. മറ്റേ വാണി വിശ്വനാഥില്ലേ, ചേച്ചി പറയുമായിരുന്നു കുട്ടികളൊന്നും വരില്ല സംസാരിക്കാൻ. അതുപോലെ ആ ചങ്സ് ഒക്കെ ചെയ്ത സമയത്ത് അങ്ങനെ ആളുകൾ പെട്ടെന്ന് വരില്ല. ആൻഡ് എനിക്കൊരു സീരിയസ് മുഖമുണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടർ കുറച്ച് വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ഞാൻ ചത്താലും പറയില്ല, കൊന്നാലും പറയില്ല. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനല്ലാത്ത ഒരു പേഴ്സണാലിറ്റി നമ്മൾ പോർട്രേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ വേറൊരാളായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ മുടി കേളിയാണ്. അപ്പോൾ ഇതിൽ സ്ട്രെയിറ്റ് ഹെയർ വരുമ്പോൾ എനിക്ക് എൻ്റെ മാനറിസം ഡിഫറെൻ്റ് ആണ്, ഞാൻ നടക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഇതിൽ സാരിയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ഡെയിലി വെയർ സാരി ഒന്നും യൂസ് ചെയ്യില്ല. കോമ്പിനേഷൻ ഉള്ളത് ഒന്ന് സൂപ്പർ സീനിയർ ആയിട്ടുള്ള ബൈജു ചേട്ടൻ, ഇന്ദ്രേട്ടൻ, രണ്ടും മറ്റേ ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. ഇപ്പൊ ബൈജുചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് സീനിൽ തന്നെ ഇംപ്രവൈസേഷൻ ഒക്കെ ചെയ്യുന്ന, ഇംപ്രവൈസ് ചെയ്തൊരു ഉമ്മയൊക്കെ തന്നായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനത്തെ ഇംപ്രവൈസേഷൻ ഒക്കെ സ്പോട്ടിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഈ കുറെ കാലം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാകുമ്പോൾ അവർ ഈ കൈ നിടും. അപ്പൊ അത് എന്താണെന്നുള്ളത് അറിയാതെ പകച്ചു നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ. കാരണം നമ്മൾ കുറച്ചായിട്ടല്ലേ തുടങ്ങിയില്ല. ഇപ്പോൾ 10 years എന്ന് പറയുന്നൊന്നും അത്ര വലിയൊരു എക്സ്പീരിയൻസ് ഇതല്ല. അപ്പം ഇന്ദ്രേട്ടനൊക്കെ 20 years ആയി അല്ലേ, എന്നെ ഡബിൾ ആണ്. നെക്സ്റ്റ് മൂവി കഴിഞ്ഞാൽ 100 സിനിമയാണ്. അപ്പം അതിന്റെ എന്താ പറയാ, ആളിപ്പം ഇവരെങ്ങനെ റിയാക്ട് ചെയ്യല്ലേ, ഇവരുടെ റിയാക്ഷൻ അനുസരിച്ച് ഞാനെങ്ങനെ, അങ്ങനത്തെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് തന്നിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു ക്യാരക്ടർ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. വൈചേട്ടൻ്റെ ഒരു മറ്റേ ഇളകി നിറഞ്ഞുള്ള പെർഫോമൻസ് ഉണ്ട് ഈ പടത്തില്. ഒരു ഹ്യൂമർ ട്രാക്ക് ഒരു വലിയ പോർഷൻ വൈചേട്ടനെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞാട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നിങ്ങളുടെ സെറ്റിൽ എന്തെങ്കിലും ഫൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാമോ? ഭക്ഷണം ദീപ് ചേട്ടൻ എന്താണ് എന്ത് സദ്യ, കടൽ സദ്യയോ സമുദ്ര സദ്യ ഓഫർ ചെയ്തിട്ടായിരുന്നു. അയ്യോ അത് എനിക്കിപ്പോഴും ഓർമ്മ അറിയില്ല. അത് നമ്മളന്ന് സംസാരിച്ചു, നമ്മള് ഭക്ഷണത്തിനെ പറ്റിയും. പിന്നെ ഡബിങ്ങിന് വന്ന സമയത്ത് ഞാനും മറ്റേ അഞ്ജന ചേച്ചിയുണ്ട്, അഞ്ജന ചേച്ചി ഇതിൽ പോലീസ് ഓഫീസറാ. അപ്പൊ ഞങ്ങൾക്ക് സിനിമ കുറവാന്ന് പറഞ്ഞ് ഞങ്ങൾ നിവേദനം അർപ്പിക്കലും ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിരുന്നു. ലെറ്റർ സമുദ്ര സദ്യ എന്ന് പറയുന്നത് കുറെ കോമ്പിനേഷൻ ഓഫ് ഈ സീ ഫുഡ് കൊറേ ഉണ്ടാവൂല്ലേ. നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല സമുദ്ര സദ്യ? ഞാൻ കഴിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല, ഓഫർ ചെയ്തിട്ടേ ഉള്ളൂ, സാധനം കിട്ടിയിട്ടില്ല. അതെ അപ്പൊ അത് കുറച്ച് ഫണ്ണിയായി തോന്നി എനിക്ക്, കിട്ടുമെന്ന് വിചാരിച്ചു. ഇത് ചോദിച്ചപ്പോഴേട്ടോ ഞാൻ കണ്ട സമയത്ത് എനിക്ക് നല്ലൊരു ഫണ്ണി മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും മാറിയിരിക്കുമായിരുന്നു. അങ്ങനെ ദീപിച്ചേട്ടൻ കൊണ്ടുവന്ന് മെസ്സിലുള്ളവരെ എന്നെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞ് ഇതാണ് റൈറ്റർ നല്ല, അപ്പം നല്ല രീതിയിലൊക്കെ പരിചയപ്പെടുത്തി. അന്ന് ഉച്ചയ്ക്ക് ചോറിനാന്ന് വെച്ചപ്പോൾ അവർ എനിക്ക് ഒന്ന് ചിക്കൻ കറിയും വെച്ച് ചോറും വെച്ച് ഒരു നാരങ്ങാച്ചാറും വെച്ചു. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു ഐറ്റം തീർത്തിട്ടേ ആൾത്തെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം നാരങ്ങാച്ചാറൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് തിന്നാമല്ലോ. അത് തീർത്ത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കൊന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇച്ചും കൂടെ ഉള്ളത്. അങ്ങനെ അന്ന് മൊത്തം നാരങ്ങാച്ചാറ് കൊണ്ട് തീറ്റിച്ചിട്ട് അവർ വിട്ടേക്കുന്നത്. അയ്യോ ഞങ്ങൾക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇതാണ് സത്യം, ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. അജിത്തേട്ടൻ ഇങ്ങനെ കുറച്ച്, പിന്നെ ചേട്ടൻ്റെ ചേട്ടൻ പ്രസാദേട്ടൻ അല്ലേ,
പുള്ളി ഫുൾ സെറ്റിലുണ്ടായിരുന്നു. ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി പോലീസായിട്ട് അഭിനയിക്കുന്നത്. അയച്ചേട്ടനും പോലീസായിട്ട് അഭിനയിക്കുന്നത്. എല്ലാവരും കൂടെ ഇരുന്നിട്ട് ബാലാജി ചേട്ടൻ എല്ലാവരും കഥ പറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ബാലാജി ചേട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അഭിനയിക്കുന്ന ആൾ തന്നെ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഉള്ള ഒരു ഫോട്ടോ വേണമെന്നും ബാലാജി ചേട്ടനോട് ഒരു ഫോട്ടോയ്ക്ക് ഇപ്പോൾ 500 രൂപയാണ് വാങ്ങുന്നത്, 250 രൂപ പുള്ളിക്ക് എടുക്കാം, 250 രൂപ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് ഈ കൂടെ നിന്ന് എല്ലാവരും അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഈ പാവം മറ്റേ പുള്ളി അങ്ങനെ ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന 500 രൂപയാണ് ഒരു ഫോട്ടോ വയ്ക്കുന്നത്. ഫോട്ടോ എടുത്തോ? ഇല്ല, അതുപോലെ നല്ല അറിഞ്ഞിരുന്നെങ്കിൽ പാവത്തിന് ഫോട്ടോ എടുത്തോട് കയറി. അല്ല, ഇത് അവസാനം വരെ അങ്ങനെ തന്നെ കൊണ്ടുപോയി. ഇതിന്റെ സൂത്രധാരൻ അജിത്തേട്ട് എന്നൊരു പുള്ളിയുണ്ട്. പുള്ളിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. മിക്കവാറും ഇവരൊക്കെ അസോസിയേഷൻ വിളിപ്പിക്കുമായിരിക്കും. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സിനിമ ഒരു കോമഡി ത്രില്ലറാണ്. ഫാമിലിയോട് കൂടി തിയേറ്ററിൽ പോയി ഒരു പോപ്കോണൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ അരുൺ ചേട്ടൻ ഇതിൻ്റെ അടുത്ത് പോലെ ഒരാൾ ചോദിച്ചായിരുന്നു. അപ്പം അരുൺ ചേട്ടൻ ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ ഒരു പോപ്കോണൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, അല്ല ഞാൻ പോപ്കോണൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ പോപ്കോൺ കഴിക്കണ്ട, എന്നാലും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.